ആഹാ വിദിഷ, നിന്റെ മുടിക്ക് നല്ല നീട്ടമുണ്ടല്ലോ. ഈ മുടിയുടെ രഹസ്യം എന്താണ്? ഒരു രഹസ്യവും ഇല്ല. ചെറുപ്പം തൊട്ടേ എന്റെ മുടി ഇങ്ങനെയാ. എടി കള്ളി, ഞാൻ വിശ്വസിക്കില്ല. എന്റെ മുടിയാണെ വളരണില്ല. എന്തൊക്കെ എണ്ണ തേച്ചു നോക്കിയ ഒരു പ്രയോജനവും ഇല്ല. ഇതുപോലെ തന്നെ ഇരിക്കുക. ജടയാണെങ്കിൽ ഒരു ലോഡുണ്ട്. പക്ഷെ നിന്റെ മുടി എന്ത് നീട്ടുവാ. നിന്റെ കയ്യിൽ എണ്ണ വാങ്ങിക്കാൻ പോലും പൈസയില്ല. ഞാൻ സത്യ പറയണത്. പണ്ട് തൊട്ടേ എന്റെ മുടിക്ക് നീട്ടമുണ്ട്. എന്റെ മാത്രമല്ല, എന്റെ സഹോദരികളുടെ മുടിയും നീണ്ടതാണ്. വിദീഷയുടെ മുടിക്ക് നല്ല നീട്ടമുണ്ടായിരുന്നു. അവളുടെ അമ്മ വിധവയായിരുന്നു, പൈസയും ഉണ്ടായിരുന്നില്ല. 4ാമത്തെ മോൾ ജനിച്ചപ്പോ അച്ഛനങ്ങ് മരിച്ചുപോയി. പിന്നീട് പല വീട്ടിൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴിയിൽ വിറ്റാണ് ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് രാത്രിയെന്നും സ്വന്തം ഭർത്താവിനെ ആലോചിച്ച് കരയുമായിരുന്നു. നിങ്ങൾ എന്തിനാ എന്നെ വിട്ടിത്രയും പെട്ടെന്ന് പോയത്? ഒരു ആൺകുഞ്ഞിന് വേണ്ടി 4 പെൺമക്കളെ തന്നിട്ട് പോയല്ലോ. ഞാൻ ഈ മക്കളുടെയൊക്കെ കല്യാണം എങ്ങനെ നടത്തും? കഴിക്കാൻ പോലും ഒരു വകയില്ലല്ലോ ഇവിടെ. അയ്യോ. അങ്ങനെ ആ 4 മക്കളും വലുതായി. കഴിക്കാൻ ആഹാരമില്ല, കയ്യിലൊരു പൈസയില്ല. വിമലയുടെ മൂത്ത മകൾ വിദിഷ അവളോട് പറയും, അമ്മ എന്തിനാ കരയുന്നതിങ്ങനെ? നമ്മുടെ മുടി എന്ത് നീട്ടമുള്ളതാണ്. ഈ നീട്ടമുള്ള മുടി കണ്ട് ആരെങ്കിലൊക്കെ വന്ന് കല്യാണം കഴിക്കും. എന്റെ മോളെ, നീ ഒരു പാവം പിടിച്ച കൊച്ചാ. ഈ ലോകം അത്ര നല്ലതൊന്നുമല്ല നീ കരുതുന്ന പോലെ. കല്യാണത്തിന് വേണ്ടി സ്ത്രീധനം കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങളെ 4 പേർക്ക് ഞാൻ എങ്ങനെ സ്ത്രീധനം ഒപ്പിക്കും? വിദിഷയുടെ അനിയത്തി മിത്താലി പറയും, സ്ത്രീധനമൊന്നും കൊടുക്കണ്ട. പൈസ ഉണ്ടാക്കാൻ ഇവിടെ തന്നെ ജീവിക്കുക, അമ്മയുടെ കൂടെ. ആണോ? പക്ഷെ എങ്ങനെ പൈസ ഉണ്ടാക്കും? നീ എന്നെ കാണുന്നതല്ലേ. രാവില്ല പകലില്ലാതെ കഷ്ടപ്പെടുന്നതാ ഞാൻ. ഒരു 5 പൈസ ഇല്ല കയ്യില്. അമ്മയ്ക്ക് പഠിത്തമൊന്നും ഇല്ലല്ലോ. ഞങ്ങള് പഠിച്ച് വലുതായിക്കുമ്പോ ജോലി കിട്ടും. അങ്ങനെ പറഞ്ഞ് 4 പേര് സ്കൂളിലേക്ക് ചേരും. മുടി നീണ്ടതായതുകൊണ്ട് എല്ലാവരും അവരെ ശ്രദ്ധിക്കും. എല്ലാരും നീണ്ട മുടിയുള്ള സഹോദരികളെന്ന് പറയൂരെ. വൈകുന്നേരത്തിന് ശേഷം ഓരോ വീട്ടിലും ജോലി ചെയ്യാൻ പോവും, പഠിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ. വിദിഷ കോളേജിൽ അങ്ങ് ചേരും. അപ്പോഴേക്കും വിമലയ്ക്ക് വയ്യാണ്ടാകും. കിടന്ന കിടപ്പിൽ തന്നെ ആയിപ്പോയി വിമല. ചുമച്ചോണ്ടേയിരിക്കുമായിരുന്നു. വിദിഷ മോളെ, ഇനി എന്താവൂ എന്തോ. ഞാൻ കിടപ്പിലായാലോ. ജോലി പോലും ചെയ്യാൻ പറ്റില്ല. നിന്റെ അടിയിൽ 3 പേരാ. എങ്ങനെ വീടൊക്കെ നോക്കൂ ഇനി? അമ്മ ഒട്ടും വിഷമിക്കേണ്ട. എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. കുറച്ച് കൂടുതൽ കഷ്ടപ്പെടാം. അങ്ങനെ വിദിഷയുടെ തലയിലായി എല്ലാ കാര്യങ്ങളും. ചേച്ചി, എന്റെ സ്കൂൾ ഡ്രസ്സ് കീറിപ്പോയി. പുതിയതൊന്ന് വാങ്ങിത്തരുമോ? ചേച്ചി, എനിക്ക് പുതിയ പുസ്തകം വേണം. എനിക്ക് പുതിയ ചെരുപ്പ് വേണം. ഈ ചെരുപ്പ് ഓട്ടയായി. വിമലയും ചുമച്ചോണ്ട് പറയാൻ തുടങ്ങി. വിദിഷ മോളെ, എന്റെ മരുന്നും തീർന്നു. നാളെ മരുന്ന് മേടിച്ചോണ്ട് വന്നേ. ഒരു വശത്ത് വീട്ടിലെ കാര്യങ്ങൾ, ഒരു വശത്ത് കോളേജിലെ പഠിത്തം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു പോയി വിദിഷ. അതുകൂടാണ്ട് ടീച്ചറിന്റെ വഴക്കും. അർച്ചന ടീച്ചറിന് വിദിഷനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ചു നാളായിട്ട് വിദിഷയ്ക്ക് നല്ല മാർക്ക് കുറഞ്ഞോണ്ട് ടീച്ചറിന് അവളോട് ചെറുതായിട്ട് ദേഷ്യമായി. വിദിഷ, നിന്റെ ശ്രദ്ധ എവിടെയാണ്? കുറച്ചു നാളായിട്ട് എക്സാമിന് മാർക്കൊക്കെ കുറഞ്ഞിരിക്കുകയാണിപ്പോ. അത് മാം, എന്റെ വീട്ടിലെ അമ്മയ്ക്ക് വയ്യാതിരിക്കുക. മിണ്ടാതിരിക്കുക, അടവൊന്നും പറയല്ലേ. ഇപ്പൊ നിനക്ക് പഠിക്കണമെന്നൊന്നും ഇല്ല. മുടി നന്നായിട്ട് നീ നോക്കുന്നുണ്ടല്ലോ. ഇല്ല മാഡം, ഞാൻ മുടി ഒട്ടും ശ്രദ്ധിക്കാറേ ഇല്ല. ഓഹോ, മുടി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ മുടിക്ക് ഇത്രയും കരുത്തും നീട്ടവും? അതെ മാഡം, ഞങ്ങള് 4 സഹോദരികളുടെ മുടിയും ഇങ്ങനെ തന്നെയാ ചെറുപ്പം തൊട്ടേ. ഇത് കേട്ട് അർച്ചന മിസ്സും ഞെട്ടിപ്പോയി. ചുമ്മാതെ എങ്ങനെയാ ഇത്രയും നീണ്ട മുടി വരുന്നത്? അടുത്ത ദിവസം തൊട്ട് വിദിഷ കോളേജിൽ പോവാണ്ടായി. കാര്യങ്ങളൊന്നും അവൾക്ക് നോക്കി നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. ഫുട്പാത്തിൽ പക്കോട വിൽക്കാൻ അവൾ തുടങ്ങി. പക്കോട വിറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി നടന്നു. പക്ഷെ അവളുടെ ജോലിയുടെ സ്വപ്നം അതുപോയി. പക്ഷെ പക്കോട വിറ്റ് ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാൻ പറ്റില്ലായിരുന്നു. വിദിഷ നടുകടലായ പോലെയായിരുന്നു. ആ നടുകടൽ ജീവിതമായിരുന്നു. അവൾ എപ്പോഴും വിഷമിച്ചു തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറെ നാളായി. അവിടെ അർച്ചന മിസ്സും വിദിഷനെ മറന്നുപോയി. വിമലയുടെ ആരോഗ്യസ്ഥിതി വഷളായി. ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ജീവനോടെ ഇരിക്കില്ല. ഓപ്പറേഷന് വേണ്ടി 5 ലക്ഷം രൂപ അവൾക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വിദിഷയ്ക്ക് ആകെ സങ്കടമായി. പക്ഷെ എല്ലാവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വഴി തിരിയുമല്ലോ. അതേമാതിരി ഒരു കാര്യം അവക്കും നടന്നു.
അർച്ചനയുടെ ഹസ്ബൻഡ് ആഡ് ഏജൻസി കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. പുള്ളി ഇത്തിരി ടെൻഷനിലായിരുന്നു. എന്താണ് കാര്യം? ഭയങ്കര ടെൻഷനിലാണല്ലോ. അതെ അർച്ചന, ഒരു പുതിയ കമ്പനിയുടെ ഡീൽ വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി പരസ്യം ചെയ്യണം. അതിനുവേണ്ടി നല്ലൊരു പെൺകുട്ടിയെ വേണമെന്നാ പറയുന്നത്. പക്ഷേ അവരാഗ്രഹിച്ച പോലെ ഒരു മോഡലിനെ കിട്ടാനില്ല. നമുക്കറിയുന്ന മോഡലിനെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് ചെറിയ കുട്ടികളല്ലേ മോഡൽസ് ആയിരിക്കുന്നത്. നീണ്ട മുടിയുള്ള ആളെയാണോ വേണ്ടത്? അതെ, അത്യാവശ്യം നീളമൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളെ എവിടെ കിട്ടും? അത് വിട്ടേക്ക്. അങ്ങനെ വിടണ്ട. എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയാം. അവളുടെ മുടിക്ക് ഉപ്പൂറ്റി വരെ നീട്ട് എന്തോ ഉണ്ട്. അന്ന് പറഞ്ഞിരുന്നു അവൾ എന്നോട് ഈ കാര്യം. അതെയോ? എനിക്ക് അങ്ങനെയുള്ള പെൺകുട്ടിയെ വേണ്ടത്. അവരിപ്പോ എവിടെയാ ഉള്ളത്? അവള് മാത്രമല്ല, 3 സഹോദരികളും ഉണ്ട്. അല്ല, വളരെ നല്ല കാര്യം. നമുക്ക് പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോവാം. എങ്ങനെ? ആ കുട്ടി ആ കോളേജ് തന്നെ വിട്ടുപോയല്ലോ. ഷേ. അയ്യോ, എന്താ ചെയ്യാ? നീ എന്റെ മൂഡ് മൊത്തം കളഞ്ഞല്ലോ. അതെ, നമുക്കിന്ന് പുറത്തുനിന്ന് ആഹാരം കഴിക്കാം. മൂഡ് ശരിയാക്കാം. അർച്ചന അവളുടെ ഹസ്ബൻഡിന്റെ കാറിലിരുന്ന് പുറത്തോട്ട് പോയി. റെസ്റ്റോറന്റിന്റെ പുറത്തു പോയി നോക്കിയപ്പോ റെസ്റ്റോറന്റ് അടച്ചിട്ടിരിക്കുന്നു. എന്ത് ചെയ്യാനാ? ഛേ, ഇന്നത്തെ ദിവസം തന്നെ ശരിയല്ലല്ലോ. ഇന്നിനി എന്ത് കഴിക്കും? അപ്പോഴേക്കും ഒരു പെൺകുട്ടി വന്ന് അവരോട് പറഞ്ഞു, അർച്ചന മിസ്സേ, ഞാൻ പക്കോട വിൽക്കുന്നുണ്ട്. കഴിക്കുന്നോ എന്റെ പക്കോട? വിദിഷ പക്കോട അവിടെ വിറ്റോണ്ടിരിക്കുകയായിരുന്നു. കാറ് കണ്ടപ്പോ അവള് വേണോന്ന് ചോദിക്കാൻ വന്നതാ. അവളെ കണ്ടപ്പോ അർച്ചന മിസ്സിന് ജീവൻ തിരിച്ചു കിട്ടിയ പോലെ. അയ്യോ വിദിഷ, നീയോ? ഷോ, ഈ പെൺകുട്ടിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇത്ര നേരം പറഞ്ഞത്. ആഹാ, നിങ്ങളെ കാണാൻ നന്നായിട്ടുണ്ടല്ലോ. നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അങ്ങനെ വിദിഷയും 3 സഹോദരികളുടെ ജീവിതം അങ്ങ് മാറി മറിഞ്ഞു. 4 സഹോദരികളും എണ്ണയുടെ പരസ്യം ചെയ്തു. ആ പരസ്യമാണെങ്കിൽ നല്ല ഫേമസുമായി. അങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോ ആഡോ അവർക്ക് കിട്ടാൻ തുടങ്ങി. അവരുടെ മുടിയാണ് അവരുടെ ഐഡന്റിറ്റി. ഒരു ഗ്രാമത്തിൽ സുലേഖ എന്നൊരു മടിച്ചി സ്ത്രീ ഉണ്ടായിരുന്നു. ജോലി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും അവർ ദിവസവും കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങും. ഒരു ദിവസം, എന്തുപറ്റി സുലേഖേ? കുറെ നാളുകളായി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ചോറാണല്ലോ ഇവിടെ. ഒരിക്കൽ പോലും റൊട്ടി ഉണ്ടാക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടാക്കുന്നില്ലേ? ഞാൻ ദിവസവും എന്തൊക്കെ ചെയ്യണം? ദിവസവും ഞാൻ തളരും. പിന്നെ എങ്ങനെ റൊട്ടി ഉണ്ടാക്കും? എന്നും ഇങ്ങനെ തന്നെ. ഇവിടെ ആട്ട പൊടിച്ചു കൊണ്ടുവരാൻ പോലും ആരുമില്ല. നിങ്ങൾക്കാണെങ്കിൽ സമയവുമില്ല. ഞാനാണെങ്കിൽ വീട്ടിൽ എന്നും തനിച്ചാണ്. നീ ആട്ട ഇതുവരെ പൊടിപ്പിച്ചില്ലേ? ഞാൻ തന്നെ ആ പണിയും ചെയ്യണോ? നീ പോയി എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തുകൊണ്ടുവാ. വയലിൽ നല്ല ചൂടായിരുന്നു. ഞാൻ ചൂട് സഹിക്കാൻ വയ്യാതെ വന്നതാ. അതെയോ? ചൂട് നിങ്ങൾക്ക് മാത്രമേ ഉള്ളോ? എനിക്കുമുണ്ട്. ഞാൻ അടുക്കളയിൽ പണി കഴിഞ്ഞിട്ടായിരിക്കുന്നത്. ഇപ്പോഴാ ഇരുന്നത്. ദാ ഇപ്പോൾ ഇരുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ഒരു നേരം ചുമ്മാതിരുന്നില്ല. നിങ്ങൾ ഇപ്പോൾ വന്ന് എന്നോട് ചാടിക്കയറുന്നു. പോകൂ, പോയി തനിയെ ചെയ്യൂ. ഒരു ഗ്ലാസ് എനിക്കും കൂടെ കൊണ്ടുവാ. എനിക്ക് നന്നായി ദാഹിക്കുന്നു. എത്ര മടിച്ചായ ഒരു ഭാര്യ എനിക്ക് കിട്ടിയത്. എപ്പോൾ ജോലി പറഞ്ഞാലും അവളത് നിരസിക്കും. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. രാത്രി ഭക്ഷണം നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോ. ഞാനതിൽ കൈകടത്തില്ല. ദിവസം മുഴുവനും ഇരുന്നും എഴുന്നേറ്റും എന്റെ കാല് തരിച്ചിട്ട് വയ്യ. പെട്ടെന്നൊരു ചട്നി ഉണ്ടാക്കി തരൂ. മല്ലി ഇതാ അകത്തുണ്ട്. ചട്നി ഞാൻ ഇന്നലെ നിന്നോട് ചെയ്യാൻ പറഞ്ഞതല്ലേ? മല്ലിയിലയും നീ വൃത്തിയാക്കിയില്ലേ? അപ്പോ ചട്നിയും ഉണ്ടാക്കിയില്ല. മല്ലിയില ആര് വൃത്തിയാക്കാനാ? എനിക്ക് സമയമൊന്നുമില്ല മല്ലിയില വൃത്തിയാക്കാനും ചട്നി ഉണ്ടാക്കാനുമൊന്നും. എനിക്ക് വേറെ പണിയുണ്ട്. എല്ലാം ചെയ്ത് ക്ഷീണമാ. ഇതിനിടയിൽ ഞാൻ എപ്പോഴാ മല്ലിയില വൃത്തിയാക്കി തരുന്നത്? ഞാനിവിടെ ഇരിക്കുക. എനിക്കങ്ങം വയ്യ. ഒരു ദിവസം, സുലേഖയെ ഞാൻ മാവ് പൊടിച്ചിട്ടുണ്ട്. ആട്ട തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റൊട്ടി ഉണ്ടാക്കാമല്ലോ. ദിവസവും ചോറ് കഴിച്ചു കഴിച്ച് എന്റെ വയറ് വേദനിക്കുന്നു. ഇപ്പോൾ നിനക്ക് റൊട്ടി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. 2 ദിവസമായി ഈ ചോറിന്റെ കാര്യം പറഞ്ഞ് എന്റെ പിന്നാലെയാണല്ലോ. ഞാനും ഇതല്ലേ കഴിക്കുന്നത്. എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ. ദിവസവും നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കൂ. എനിക്ക് കുറച്ചുനാൾ സ്വസ്ഥമായി കിടക്കാമല്ലോ. കഴിക്കണമെന്ന് തോന്നുമ്പോൾ റൊട്ടി ഉണ്ടാക്കിക്കൊള്ളൂ. ചോറൊക്കെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റും. റൊട്ടി ഉണ്ടാക്കാനാ അവക്ക് മടി. സുലേഖയുടെ മടി എവിടെ കൊണ്ടെത്തിക്കുമോ ആവോ. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ പോലും ഇപ്പോൾ അവൾക്ക് മടിയാ. മോഹൻ സുലേഖയുടെ ഈ മടി കാരണം ഒരുപാട് വിഷമിച്ചിരുന്നു. ദിവസവും നടന്ന് നടന്ന് എന്റെ കാല് തഴമ്പിച്ചു. ദാ ഇപ്പോൾ പറഞ്ഞോണ്ട് വരും, സുലേഖയെ ചായ ഉണ്ടാക്കിയില്ലേ എന്ന്. സുലേഖേ, എനിക്കുള്ള ചായം എടുത്തുകൊണ്ട് വാ. ഞാനിവിടെ അടുക്കളയിൽ പണിയിലല്ലേ, ഇങ്ങോട്ട് വരൂ. ഇനി മായാജാലം ചെയ്ത് എന്റെ കൈകൾ നീട്ടണോ?
ഒരിടത്തിരുന്ന് എല്ലാ ജോലിയും ചെയ്യാൻ. ചായ കൊണ്ടുവരുമ്പോൾ മറ്റെന്തെങ്കിലും ജോലിക്ക് പറയും. നിങ്ങൾക്കറിയില്ലേ ഞാൻ അവിടെയും ഇവിടെയും നടന്ന് ക്ഷീണിച്ചിരിക്കുവാന്ന്. സുലേഖേ, ചായ കൊണ്ടുവാ. നീ അവിടുന്ന് എഴുന്നേക്കില്ലേ? നീ പരിധി കടക്കുന്നുണ്ട്. മോഹൻ ജോലി ചെയ്യാൻ പുറപ്പെട്ടു. മോനെ, അമ്മയ്ക്ക് എന്തെങ്കിലും ഭിക്ഷ തരൂ. ഒരുപാട് വിശക്കുന്നു. നിൽക്കൂ അമ്മേ, ഞാൻ ഇപ്പോൾ തന്നെ എന്റെ ഭാര്യയോട് പറയാം. സുലേഖേ, വെളിയിൽ നിൽക്കുന്ന ഈ അമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ഞാൻ വയലിലേക്ക് പോകുവാ. 2 മിനിറ്റ് ഇരിക്കാൻ വിടില്ല. അപ്പോൾ വിളിക്കും. എന്തു പറ്റി മോളെ? നീ എന്തിനാ വിഷമിക്കുന്നത്? ഇവിടെ റൊട്ടിയൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോൾ തന്നെ പൊയ്ക്കോളാം. റൊട്ടി കഴിക്കൂ. നിങ്ങൾ ഇതോർത്തൊന്നും വിഷമിക്കണ്ട. എല്ലാ ദിവസവും ഇടയ്ക്കൊക്കെ അവിടെയും ഇവിടെയും ഓടി ഞാൻ നന്നായി വിഷമിച്ചോളാം. ആരും ഒരു വഴിയും പറയില്ല ഒരിടത്തിരുന്ന് എല്ലാ ജോലികളും ചെയ്യുന്നതെങ്ങനെയെന്ന്. എനിക്കാണെങ്കിൽ എപ്പോഴും ക്ഷീണമാ. എനിക്ക് നീളമുള്ള കൈകളില്ലല്ലോ ഒരിടത്തിരുന്ന് എല്ലാ ജോലികളും ചെയ്യാൻ. ചെറിയ ചെറിയ കൈകളാ. നിങ്ങൾക്കറിയാമോ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്? അതെയോ, ഇതാണോ കാര്യം? ഇപ്പോൾ നിന്റെ കൈകൾ നീളമായാൽ നിനക്ക് സന്തോഷമാകുമോ? നിന്റെ എല്ലാ വിഷമങ്ങളും മാഞ്ഞു പോകുമോ? പിന്നെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണോ? എന്റെ കൈകൾക്ക് നീളം വന്നാൽ ഞാൻ ഒരിടത്തിരുന്ന് അവധി പോലും എടുക്കാതെ എല്ലാ ജോലികളും ചെയ്യും. ശരി, ഇന്നു മുതൽ നിന്റെ കൈകൾ നീളമുള്ളതാകും. നോക്കി നിൽക്കുമ്പോൾ തന്നെ സുലേഖയുടെ 2 കൈകളും നീണ്ടു. അവൾ സന്തോഷത്തോടെ വീടിനകത്തേക്കും പോയി. ആഹാ, ഇത് കൊള്ളാമല്ലോ പരിപാടി. ഇന്നു മുതൽ ഈ നീളമുള്ള കൈകൾ കൊണ്ട് ഒരിടത്തിരുന്ന് തന്നെ എല്ലാ ജോലിയും ചെയ്യാം. ആഹാ, നിങ്ങൾ വന്നോ? ഇത് നോക്ക്. ഇതെങ്ങനെ സംഭവിച്ചു സുലേഖേ? നിന്റെ കൈ എങ്ങനെ ഇത്രയും നീണ്ടത്? ഇതെല്ലാം ആ വൃദ്ധയായ സ്ത്രീ ചെയ്തതാ. സുലേഖ മോഹനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത് കേട്ട് മോഹൻ പേടിക്കാൻ തുടങ്ങി. അന്നു മുതൽ സുലേഖ വീട്ടുജോലികളെല്ലാം തന്റെ നീളമുള്ള കൈകളാൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്തു. എന്നാൽ മോഹൻ ഇപ്പോഴും സന്തോഷപ്പെട്ടിരുന്നില്ല. സുലേഖയുടെ കൈക്ക് നീളം വന്നത് ഗ്രാമത്തിലെ പലരും അറിഞ്ഞിരിക്കുന്നു. ഗ്രാമത്തിലെ പലരും സുലേഖയുടെ കൈകൾ കണ്ട് അത്ഭുതപ്പെട്ടു. ഒരു ദിവസം, എന്തുപറ്റി സുലേഖേ? ആ അമ്മ എന്തിനാ വന്നത്? എന്തിനു വന്നെന്നോ? അവര് വന്നത് അത് ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം സത്യമാണോ? അതെ, നമ്മൾ അച്ഛനും അമ്മയും ആകാൻ പോകുന്നു. ഇന്നു മുതൽ നന്നായി ശ്രദ്ധിക്കണം. ഒരുപാട് ജോലിയൊന്നും ചെയ്യണ്ട. നീ വിശ്രമിച്ചോ? നിങ്ങൾ വിഷമിക്കണ്ടെന്നേ. ഞാൻ എന്റെ നീളമുള്ള കൈകൾ വെച്ച് ചെയ്തോളാം. ഇതിന്റെ സഹായം കൊണ്ട് ഞാൻ ഒരിടത്തിരുന്ന് തന്നെ എല്ലാ ജോലികളും ചെയ്യും. അതിനുശേഷവും സുലേഖ തന്റെ നീളമുള്ള കൈകൾ കൊണ്ട് എല്ലാ ജോലികളും വേഗം തീർക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ദിവസങ്ങളാകുന്നു. അങ്ങനെ നവംബർ മാസത്തിൽ സുലേഖ സുന്ദരനായ മകന് ജന്മം നൽകി. സുലേഖേ, നോക്ക്, ഇവൻ എപ്പോഴും എന്റെ കയ്യിൽ തന്നെയാ. ഇങ്ങോട്ട് താന്നേ, അവനിപ്പോൾ എന്റെ അടുത്തും ഇരിക്കും. തരൂ, എന്റെ മടിയിലേക്ക് തരൂ, ഞാനൊന്ന് നോക്കട്ടെ. ഇന്നാ പിടിക്ക്. ഇവൻ ഒരുപാട് ദൂരെയാ. ഞാനിനി ഇവനെ എങ്ങനെ താലോലിക്കും? ഇവനെ മടിയിൽ വയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാനിനി എന്തു ചെയ്യും? ഈ നീളമുള്ള കൈകൾ കൊണ്ട് എന്റെ മോൻ അകലെയായി. എനിക്ക് ഈ നീളമുള്ള കൈകൾ വേണ്ട. നോക്കൂന്നേ, എന്റെ മകനെ എന്റെ മടിയിൽ വെച്ച് താലോലിക്കണം. സുലേഖ ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. നീ വിഷമിക്കണ്ട സുലേഖേ. നീ സ്വയം ഈ ആഗ്രഹം ചോദിച്ചതല്ലേ? ഇപ്പോൾ എന്തായെന്ന് കണ്ടോ? ദൈവമേ, ഞാൻ ചെയ്തതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഞാനിനി ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. അയ്യോ, നീ ഇന്നും ദുഃഖത്തിലാണല്ലോ. ഞാൻ കരുതിയത് ഇവിടെ വന്ന് നിന്റെ സുഖങ്ങൾ അന്വേഷിക്കാമെന്നാണ്. നീളമുള്ള കൈകൾ വന്നതിനു ശേഷം നിന്റെ എല്ലാ വിഷമങ്ങളും ദൂരെ പോകുമെന്നാണ് കരുതിയത്. എന്നാൽ നീ എന്തിനാ കരയുന്നത്? അമ്മേ, എനിക്ക് നീളമുള്ള കൈകൾ വേണ്ട. എനിക്കെന്റെ മകനെ മടിയിൽ വയ്ക്കാൻ പറ്റുന്നില്ല. അവനെ ഒന്ന് താലോലിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് ഈ നീളമുള്ള കൈകൾ വേണ്ട. നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ പഴയ കൈകൾ തരൂ. എന്നാലേ എനിക്ക് എന്റെ മകനെ മടിയിൽ വയ്ക്കാൻ പറ്റൂ. ദൈവം നമുക്ക് എന്ത് തന്നാലും എത്ര തന്നാലും നമ്മളതിൽ ഒരിക്കലും സന്തോഷപ്പെടാറില്ല. നീ ചിന്തിച്ചത് നിനക്ക് നീളമുള്ള കൈകൾ വേണമെന്നാണ്. ഇപ്പോൾ നീ നേടിയത് നോക്ക്. നീ അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയില്ല. നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന്റെ ഗുണവും ദോഷവും രണ്ടും ആലോചിച്ച് വേണം ചോദിക്കാൻ. നീ കരച്ചിൽ നിർത്ത്. നോക്ക്, നിന്റെ കൈകൾ പഴയതുപോലെ ആയിരിക്കുന്നു. എനിക്ക് സന്തോഷമായമ്മേ. ഇപ്പോൾ എനിക്കെന്റെ മകനെ മടിയിൽ വയ്ക്കാം.
നോക്കൂ, എന്റെ കൈകൾ ശരിയായി. എന്റെ മോനെ മടിയിലേക്ക് തരൂ. സുലേഖയുടെ കൈ പഴയതുപോലെയായി. വൃദ്ധയായ അമ്മയും അവിടെ നിന്ന് മാഞ്ഞുപോയി. സുലേഖയ്ക്ക് അവൾ ചെയ്ത തെറ്റുകൾ മനസ്സിലായി. ഇപ്പോൾ അവൾക്ക് മനസ്സിലായി എല്ലാ കാര്യത്തിനും രണ്ടു വശങ്ങളുണ്ടെന്ന്. ചിലത് ഗുണം ചെയ്യും, ചിലത് ദോഷങ്ങൾ ചെയ്യുമെന്ന്. അതുകൊണ്ട് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് തീരുമാനമെടുത്തു. Thanks for watching.